ഹായ്. കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ഫോർമർ ട്വിറ്ററിലും വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സറ്റയർ മൂവ്മെൻ്റാണത്. ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ജൻസികളെക്കുറിച്ച് പറഞ്ഞ ഒരു പരാമർശത്തിൽ നിന്നുമാണ്. ജൻസികളെക്കുറിച്ചും അല്ലെങ്കിൽ യൂത്തിനെക്കുറിച്ചും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഒരു ജനത സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഈ സാമൂഹിക സിസ്റ്റത്തെ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തെ ചോദ്യം ചെയ്യുന്നു, വെല്ലുവിളി സൃഷ്ടിക്കുന്നു. ഈ ഉണ്ടായിട്ട് ഭാരത് ജനതാ പാർട്ടി BJPയുടെ ഫോളോവേഴ്സിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഈ അക്കൗണ്ടിൽ വന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ എക്സ് അക്കൗണ്ട് ബാൻഡാണ് ഡ്യൂ ടു സം ലീഗൽ ഇഷ്യൂസ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്നത്? ഇപ്പോൾ യുവാക്കളുടെ തൊഴിലില്ലായ്മ, ഉയർന്ന ജീവിത ചെലവ്, പിന്നെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന വലിയ ഇഷ്യൂ നീറ്റിൻ്റെ എക്സാം പേപ്പർ ചോർന്നത് തുടങ്ങി ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരുപാട് ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സറ്റയർ മൂവ്മെൻ്റ് ആയിട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് നേപ്പാളിൽ നടന്ന ജെൻസി പ്രക്ഷോഭങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിലൊന്നും ഇന്ത്യയിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം, എസ്പെഷ്യലി ആം ആദ്മി പാർട്ടിയുടെ ഒരു വരവുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഒരു പാരലൽ മൂവ്മെൻറ്റ് വഴിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. എന്തായാലും പൊളിറ്റിക്കലി ഒരു സ്റ്റാൻഡ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യം തന്നെയാണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ. നിങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. എന്നാൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ള ആളുകളുമുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, ഒരു പൊളിറ്റിക്കൽ ലൈനിൽ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കും. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്ന സംഗതി തുടങ്ങുന്നത് തന്നെ. അതായത് അന്നത്തെ രാജാവിൻ്റെ ഇടതുവശത്ത് നിന്നവരും വലതുവശത്ത് നിന്നവരും എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാരമ്പര്യ രീതികളെ ചോദ്യം ചെയ്യുന്ന, സാമൂഹിക നീതിയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ റൈറ്റ് വിങ് എന്ന് പറയുന്നത് രാജാവിനെ സപ്പോർട്ട് ചെയ്ത് എന്താണോ ഇപ്പോൾ ഉള്ളത് ഇതുപോലെയൊക്കെ പോയാൽ മതി. വിങ്ങിലേക്ക് വരുമ്പോൾ സെക്യുലറിസം, ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷണം, സ്ത്രീ സമത്വം, സാമൂഹിക പരിഷ്കാരം, ഇങ്ങനെ ഒരു സോഷ്യൽ മൂവ്മെൻ്റ് ആണ് ഓൾവേസ് ലെഫ്റ്റ് വിങ്. റൈറ്റ് വിങ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമ്പോൾ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. റിലീജിയൻ അവിടെ പ്രാധാന്യം ഉണ്ടാകും, നാഷണലിസം, പിന്നെ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത് ക്യാപിറ്റലിസം ഓറിയൻറ്റഡ് ആയിരിക്കും. ഇനി ലെഫ്റ്റും റൈറ്റും അല്ലാതെ ഒരു മിഡിൽ പോയിന്റ് ഉണ്ട്, രണ്ടിൻ്റെയും സമന്വയം എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് ലെഫ്റ്റിൽ നിന്നും കുറച്ച് റൈറ്റിൽ നിന്നും ഒക്കെ എടുത്തുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യൻ വേർഷൻ ഉണ്ട്, നെഹ്റൂവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്നത്. അത് റൈറ്റ് ഓറിയൻറ്റഡ് അല്ല, എന്നാൽ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള നാഷണലൈസ്ഡ് പോളിസീസ് എല്ലാം നെഹ്റൂവിയൻ ലെഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകളെല്ലാം വരുന്നത്. ഫാർ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നക്സലിസം തുടങ്ങിയ ആശയങ്ങളെല്ലാം കടന്നത്. ഇനി ഈ ഒരു പൊളിറ്റിക്കൽ ലൈനിൽ നമ്മൾ പൊസിഷനിങ് എടുത്തിട്ടില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും ശരി, ചിലപ്പോൾ ഇതായിരിക്കും ശരി, ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി അൺഅവെയർ ആയിരിക്കും അബൌട്ട് അവർ സൊസൈറ്റി, അബൌട്ട് അവർ എൻവയോൺമെൻറ്റ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങളെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ആവശ്യം ഉന്നയിക്കാൻ സാധിക്കുള്ളൂ. സോ ഓൾവേസ് ടേക്ക് എ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഇനി മിഡിൽ പാർട്ടാണോ, ബാക്കി കോക്രോച്ച് ജനതാ പാർട്ടി മൂവ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം.